ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടീലുമല്ല, പൂക്കളെ കാണിക്കലുമല്ല, പൂക്കളെ കാണിക്കുന്നുണ്ട്, വിളവെടുപ്പൊന്നുമല്ല. ഞാൻ എപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ ബോഗൺവില്ല കാണിക്കും. ബോഗൺവില്ല എന്ന് പറഞ്ഞാൽ കടലാസ് പൂവ്. ഇവിടെയൊക്കെ ഞാൻ കടലാസ് പൂ എന്ന് പറയുന്നുണ്ട്, വേറെ ഉണ്ടോ പേപ്പർ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആ പൂവ് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും പൂക്കൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ കാരണം, നിങ്ങൾ എന്ത് വള കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കൂ, എപ്പം നടൽ. അപ്പോൾ ആ ചോദിക്കുന്നവർക്കൊക്കെ മറുപടി കൊടുത്ത് തോറ്റു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ബോഗൺവില്ല കടലാസ് പൂവിൻ്റെ പരിചരണമാണ്. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ പൂക്കൾ വരുന്നു എന്നുള്ളതാട്ടോ. എന്നാൽ നിങ്ങൾക്കും അതുപോലെ ചെയ്ത എത്രയും പൂക്കൾ ഉണ്ടാവും. എന്നാൽ കണ്ടോ, എൻ്റെ ഫസ്റ്റിൽ എൻ്റെ ബോഗൺവില്ല പൂവിട്ട് ഇങ്ങനെ നിൽക്കുന്ന രംഗം കാണിച്ചു തരാം. അതാ നോക്ക്, ഇതെൻ്റെ ഗേറ്റിൻ്റെ മേലെയാട്ടോ ബോഗൺവില്ല വളർന്നു വരുന്നത്. കുറേ കളറുള്ള ബോഗൺവില്ല ഉണ്ട്. എൻ്റെ അടുത്ത് 4-5 സൈസൊക്കെ ഉണ്ട്, കുറേ സൈസ് ഉണ്ട്. ഞാൻ ഇത് നട്ടത്, മുൻഭാഗത്ത് നട്ടത് ഒരു 3 സൈസേ ഉള്ളൂ. ഞാനിപ്പോൾ വെള്ളയും വാങ്ങിയിട്ടുണ്ട്. ഈ വയലറ്റ് പൂവിട്ടിട്ട് നോക്ക്, വയലറ്റ് തെറ്റിപ്പോയിട്ടോ, ഓറഞ്ച് പൂവിട്ടത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് റോഡ് സൈഡാണ്. ഈ റോഡ് സൈഡിൽ ആൾക്കാർ പോകുമ്പോൾ ഈ പൂവിട്ട് കണ്ടിട്ട് എന്താ ഇത്ര ആളാ നിർത്തി ഫോട്ടോ എടുക്കും, കല്യാണപ്പെണ്ട് വന്ന് ഫോട്ടോ എടുക്കും ഈ ഭംഗി കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പരിചരണം നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരുന്നത്, ഭംഗി എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇത് റോസ്. പിന്നെ പറയാനുള്ളത്, ഈ ബോഗൺവില്ല നടീൽ രീതി എങ്ങനെയെന്നറിയോ? എല്ലാ പൂച്ചെടികളും ഒരേ സ്വഭാവക്കാരല്ല. ചിലത് വിത്ത് മുളച്ചുണ്ടാകുന്നുണ്ട്, ചിലത് തണ്ട് മുളച്ചുണ്ടാകുന്നുണ്ട്. ബോഗൺവില്ല തണ്ട് മുളച്ചുണ്ടാകുന്നതാണ്. വിത്ത് മുളക്കുന്നുണ്ടോ എനിക്ക് ഉറപ്പ് പറഞ്ഞു വിടട്ടോ, ഞാൻ തണ്ടാണ് മുളപ്പിക്കൽ. ഈ തണ്ട് പൊട്ടിച്ചിട്ട് നമ്മളങ്ങ് നട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബോഗൺവില്ല ഉണ്ടാവും. ഏറ്റവും നല്ല സമയം എപ്പോൾ അറിയോ? ഞാൻ നട്ടത് പറഞ്ഞിരുന്നോ, ഞാൻ നട്ടത് ജൂൺ മാസത്തിലാണ്. മഴ തുടങ്ങുന്ന ആ സമയമല്ലേ, നന്നായിട്ട് മഴ പെയ്ത് വെള്ളപ്പൊക്കം വന്ന ആ ഒരു സമയം അല്ലാത്ത മഴ തുടക്കമല്ലേ, ആ സമയത്ത് ബോഗൺവില്ലേൻ്റെ കമ്പ് കൊണ്ടുപോയി നിങ്ങൾ നട്ടാൽ ഉറപ്പായിട്ടും ഞാൻ 100% ഗ്യാരണ്ടി അത് മുളച്ചിരിക്കും. അത് മണ്ണിലായാലും ശരി, പോട്ടിലായാലും ശരി. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങാൻ പറ്റുന്ന സമയമാണ് ഞാൻ പറഞ്ഞത് ജൂൺ മാസം കേട്ടോ. അല്ലാത്ത സമയം നടുന്നെങ്കിൽ നല്ലോണം അധ്വാനിക്കണം. അതെങ്ങനെയെന്നും പറഞ്ഞു തരാം. ഇത് എൻ്റെ റോഡിൻ്റെ മതിലിൻ്റെ പുറത്തുള്ളതാട്ടോ. പുറത്തുണ്ട ബോഗൺവില്ല പൂവിട്ടൻ്റെ നോക്ക്, പൂവിട്ട ഈ ഓറഞ്ച് ഉണ്ടല്ലോ, ഇതിപ്പോൾ നല്ല ഓറഞ്ച്. ഈ ഓറഞ്ച് കുറച്ച് കഴിഞ്ഞാൽ ഈ കളറായിട്ട് വരും, വേറൊരു കളർ വരും. പിന്നെ അത് അങ്ങോട്ട് ഉണങ്ങി താഴെ വീഴും. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇത് കണ്ടോ, ഇതിപ്പം വേറൊരു കളറായി മാറി, ഇത് മൂപ്പെത്തി മാറിയതാണ്. എന്നിട്ട് നമ്മൾ നടേണ്ട രീതിയാണ് പറയുന്നത്. ഇത് വേഗം പൊട്ടിക്കുക. ഈ ഒരു കമ്പെടുത്തിട്ട് നമ്മൾ എന്താക്കണമെന്നറിയോ? ഇതൊക്കെ അങ്ങ് പോവും, എല്ലാം കളഞ്ഞിട്ട് മേൽഭാഗം പൊട്ടിച്ച് കളയുക. എല്ലാം കളഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഒരു വെള്ളത്തിലിട്ട് കുത്തി വെക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ, കുറച്ചെന്ന് പറഞ്ഞാൽ ബോഗൺവില്ലയാണ്, പെട്ടെന്നൊന്നും വേര് പിടിക്കൂല. അതിന് 2 മാസമൊക്കെ പിടിക്കുന്നുണ്ട്. എനിക്ക് 2 മാസമൊക്കെ ആയിട്ടുണ്ട്. വെള്ളത്തിൽ കുത്തി വെക്കുക. ഏത് വെള്ളം എന്നറിയാം? അലോവേര വെള്ളത്തിൽ കുത്തി വെച്ചാൽ ഇത് വേര് വരും. അങ്ങനെയും വരും. പിന്നെയെന്ന് പറഞ്ഞാൽ മെയ് മാസം തന്നെ മഴ പിടിക്കുന്ന അടുത്ത മാസം അല്ലെങ്കിൽ ജൂൺ ആരംഭത്തിൽ ഇതിൻ്റെ കട്ടിങ് ഇങ്ങനെ വരിയിലങ്ങ് നിലത്ത് നട്ടു കൊടുത്താലും മതി, എന്നാലും വേര് പിടിക്കും. പിന്നെ നമ്മൾ അലോവേരയിൽ മുക്കിയിട്ട് മണ്ണിൽ നട്ടിട്ട് തണലത്ത് വെച്ചാലും വേര് പിടിക്കും. ഇത്രയൊക്കെ എൻ്റെ വേര് പിടിക്കാൻ ഞാൻ ചെയ്യുന്ന മാർഗ്ഗങ്ങളുള്ളൂ കേട്ടോ. എന്തായാലും വേര് പിടിച്ചിരിക്കും. ഇതങ്ങനെ ഉണ്ടാവാത്ത പ്രയാസമുള്ള ചെടിയൊന്നുമല്ല. നോക്ക്, എൻ്റെ കണ്ടോ പൂവിട്ടത്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ 2 കൊമ്പ് ഒരേപോലത്തത് ജൂൺ മാസത്തിൽ അങ്ങ് നട്ടു കൊടുത്ത്, അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഒരാർച്ച് പോലെ ആക്കി വെക്കാൻ. ഈ ആർച്ച് പോലെ ആക്കണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് നട്ടതായിരുന്നു. അപ്പം ആർച്ച് പോലെ തന്നെ ആയി. പക്ഷേ ഇത് പ്രൂണിങ് ചെയ്താലേ ഇത് കുറച്ച് കുറയുള്ളൂ. ഇത് ഭയങ്കരമായിട്ട് വള്ളി പോലെയും കുറ്റിച്ചെടിയായിട്ടും എല്ലാ സൈസും ഇത് നിൽക്കും.
ഇനി ഞാൻ ഈ പൂക്കളെല്ലാം കഴിഞ്ഞാൽ ഒന്ന് പ്രൂൺ ചെയ്യും. പ്രൂണിങ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കട്ടിങ് ചെയ്ത് ഇതെല്ലാം ചെയ്ത് ചെറുതാക്കി കഴിഞ്ഞാൽ രണ്ടാമത് ശക്തിയിൽ തളിര് വരും. തളിര് വന്നാൽ അതിനെല്ലാം പൂക്കളായിരിക്കും. അപ്പോൾ ഒന്നും കൂടി കട്ട പിടിക്കും. നോക്ക് എൻ്റെത് ഇത് ഓറഞ്ച് എന്ന് പറഞ്ഞില്ലേ, ഇതിവിടെ റോസ്. റോസിൻ്റെ കഴിയുന്തോറും പുതിയ തളിര് വരും കേട്ടോ. ഇത് റോസിൻ്റെ പൂവിട്ട് കഴിഞ്ഞതാ. പൂവിട്ട് കഴിഞ്ഞ് അതിന് ചുറ്റും തളിര് വരുന്നു. ഇതൊക്കെ തളിര. ഇതാണ് പ്രായം കേട്ടോ. നടാൻ പറ്റിയ പ്രായക്കാരായി ഈ ഒരു വണ്ണം. ഇത് കട്ടച്ചോപ്പ് രണ്ടാമത് കട്ടച്ചോപ്പ് ആളായി വരുന്നത് കണ്ടോ. പൂവിട്ട് കഴിഞ്ഞ് രണ്ടാമത് ചുറ്റും ഉണ്ടാകുന്നതാ. അവിടെ എല്ലാം ഇതങ്ങനെ കട്ട പിടിച്ച് ഭ്രാന്ത് പിടിച്ചങ്ങ് പൂവുണ്ടാവും. അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് വാടിപ്പോവും. പിന്നെ രണ്ടാമത് തളിര് വരും, പൂവ് വരും. അങ്ങനെ നോക്ക് എല്ലാം മൊത്തം മഞ്ഞപ്പൂവ് ഞാൻ കയറ്റി വിട്ടത് അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടായിക്കോട്ടെ. രസമല്ലേ കളർഫുൾ ആയാൽ. ഇപ്പം എല്ലാവരും എന്നോട് പറയൂ ഇതിൻ്റെ അടുക്കൊരു വെള്ള പിടിപ്പിക്കണം എന്ന്. ആ വെള്ള പിടിപ്പിച്ച് കാണിച്ചു തരാം. ഞാനിപ്പോൾ അടുത്താണ് ഇത് നട്ടത്. ഇത് വെള്ളയാട്ടോ. വെള്ളപ്പൂവ് ഇടുന്നുണ്ട് തുടക്കം. അത് വെള്ള എങ്ങനെ കെട്ടിക്കൊടുക്കണം. ഇപ്പം ബോഗൺവില്ല നടീൽ രീതി ഞാൻ പറഞ്ഞു തന്നല്ലോ. കട്ട് ചെയ്ത് വെള്ളത്തിൽ കുത്തിവെക്കുക, മണ്ണിൽ നടുകയൊക്കെ ചെയ്താൽ മതി എന്നുള്ളത്. ഇത് ഇനി പരിചരണം, ഇനി വളപ്രയോഗം കേട്ടോ. വളപ്രയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ നടുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല സൂര്യപ്രകാശം കിട്ടണം. വെയിൽ തുടക്കം മുതൽ സൂര്യ ഉദിക്കുന്ന മുതൽ അസ്തമയം വരെ ഉള്ളത് കിട്ടണം. നമ്മൾ ഇത് നടുമ്പോൾ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം ആദ്യം തന്നെ വെയിൽ കിട്ടുമെന്നുള്ളതാണ്. വെയിലില്ലാത്തവർക്ക് നിങ്ങൾ നട്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇലകൾ നിറയും മാത്രമേ പൂക്കൾ വരില്ല. അപ്പോൾ പൂക്കൾ വരണമെങ്കിൽ ഒന്നാമത് നല്ല വെയിലായിരിക്കണം, പിന്നെ നല്ല മണ്ണായിരിക്കണം. പിന്നെ എല്ലാവരും എല്ലുപൊടി ഒക്കെ ഇടുന്നുണ്ട്, വേപ്പും പിണ്ണാക്കൊക്കെ. ഞാൻ ഇതുവരെ അതൊന്നും ഇട്ടില്ല. ഞാൻ കരിയില കമ്പോസ്റ്റൊക്കെ ഇട്ടുള്ളൂ. പിന്നെ നനക്കുന്ന രീതികൾ കേട്ടോ. എപ്പോഴൊക്കെ നനയ്ക്കാൻ ചോദിക്കൂ. ഞാൻ ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. ഈ ബോഗൺവില്ല ഇടയ്ക്ക് നനക്കാവും. മണ്ണ് ഉണങ്ങിയിട്ട് ചെടി തന്നെ വാടി ചാവാൻ നേരം നനച്ചു കൊടുക്കാവെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ ഞാനങ്ങനെ ദിവസവും നനയ്ക്കുന്നുണ്ട്. എനിക്ക് ദിവസവും നനച്ചാൽ ഇഷ്ടം പോലെ പൂക്കളും വരുന്നുണ്ട്. ഈ വേനലാകുമ്പോൾ ദിവസം നനക്കണം തന്നെ ഞാൻ പറയുന്നത്. പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എവിടെയാണ് ഈ ബോഗൺവില്ല നട്ടത്? പിന്നെ ഗേറ്റിൻ്റെ പുറത്താണോ അല്ലെങ്കിൽ അകത്താണോ? ഞാൻ നട്ടിരിക്കുന്നത് പുറത്താട്ടോ. പുറത്ത് വരിയിൽ നട്ടതാ. മതിലിനോട് അടുപ്പിച്ചാണ് നട്ടത്. എന്നിട്ട് പൊന്തി കഴിഞ്ഞിട്ട് ഞാൻ അടിഭാഗമൊക്കെ ഇങ്ങനെ ശാഖകളൊക്കെ കട്ട് ചെയ്യും. കാരണം വാഹനം വരുന്ന സൈഡിൽ കാണണമല്ലോ. അതൊക്കെ മേൽഭാഗം എത്തിക്കഴിഞ്ഞാൽ പ്രയാസമില്ലല്ലോ. എല്ലാ വാഹനം വരുന്ന അവിടെ നിന്നുള്ളവർക്കൊക്കെ കാണും. ഇതൊക്കെ ഗേറ്റിൻ്റെ പുറത്താണുള്ളത് കേട്ടോ. ഒരാളെന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്, അവർക്ക് വീട് അകത്ത് സ്ഥലമില്ല, അപ്പം പുറത്ത് നടങ്ങൾ എവിടെയത് നട്ടത്? പുറത്താണ് നട്ടത് കേട്ടോ. പിന്നെ വളപ്രയോഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ജൂലൈ മാസമാണ് ഞാൻ പ്രൂണിങ് ചെയ്യാറ്. ഈ പ്രൂണിങ് ചെയ്യുന്ന സമയത്തില്ലേ, ഇത് റോഡ് സൈഡാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറയൂ ഈ കട്ടിങ് കൊണ്ടുപോയിക്കോളി, നട്ടോളി എന്ന് എല്ലാവരോടും പറയും. അപ്പം ഈ ജൂലൈ മാസത്തിലേക്ക് ബോഗൺവില്ലയിലേക്ക് പൂക്കൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ കട്ടിങ് ആർക്കും വേണ്ട. 1-2 ആൾക്കാർ വാങ്ങിയെങ്കിലായി. അപ്പോൾ അന്നേരം പൂക്കളും ഭംഗിയൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ ആണെങ്കിൽ പ്രൂണിങ് ഒന്നും അല്ലാത്തൊരു ടൈം ചോദിക്കാത്ത ആൾക്കാരില്ല. ഒരു കമ്പ് തരുമോ എത്ര ആൾ എണ്ണിയാ തീരാത്ത ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ കമ്പ് കൊണ്ടുവന്ന് ഞാൻ അവരോടൊക്കെ പറയും, പ്രൂണിങ് സമയത്ത് ഒരാൾ എനിക്ക് കിട്ടൂല. ഇപ്പം എല്ലാവരും വരും, വെല്ലടിക്കുമോ. ഞാൻ ചോദിക്കും എന്തേ ഒരു കട്ട് തരുമോ, ഒരു കട്ടിങ് തരുമോ എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ കൊടുക്കും, എനിക്കിഷ്ടമാണ് കൊടുക്കുന്നത്. കാരണം എൻ്റെ ഇത് പന്തലിച്ചുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് പ്രൂണിങ് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതങ്ങ് മൊത്തത്തിൽ അങ്ങോട്ട് മേൽഭാഗം കട്ട് ചെയ്ത് മാറ്റും. പിന്നെ ഒരു ശക്തിയായിട്ട് വരും കേട്ടോ. ഒക്ടോബർ തുടങ്ങണ്ട, ഒരു സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ തളിര് വരാൻ തുടങ്ങും. ഇതുണ്ടായാൽ അങ്ങനെ ഒന്നും അസുഖം പിടിക്കൂല. ഇതിനങ്ങനെ കേട് വരൂല. വെള്ളീച്ചൻ്റെ പ്രശ്നം നിൽക്കുന്നില്ല, ഞാൻ ഇതുവരെ കണ്ടില്ല. നന്നായിട്ട് പൂക്കുന്നുണ്ട്. ബോഗൺവില്ലിനെ മാത്രം പറയണ്ട, നിരച്ചൻ്റെ വീട്ടുമുറ്റത്തുള്ള വേറെ പൂക്കളും പറയാലോ. ഇത് മെലസ്റ്റോമയാട്ടോ. മെലസ്റ്റോമൻ എങ്ങനെയാണ് പുതിയ ചെടികളെ പിടിപ്പിക്കുക എന്നുള്ളത്
ബോഗൺവില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു തണ്ട് പൊട്ടിച്ചിട്ടാണ്. ഇതും തണ്ട് മുറിച്ച് നട്ടിട്ട് തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പം അത് പഠിച്ചത്. അതിന് ശേഷം ബോഗൺവില്ലൻ്റെ കമ്പ് ഇഷ്ടം പോലെ ഞാൻ നാട്ടിൽ ഞാൻ പിടിപ്പിച്ചു കേട്ടോ. അങ്ങനെ പിടിപ്പിച്ച ഒരു കുഞ്ഞി പാത്രത്തിൽ പിടിപ്പിച്ചിട്ട് നോക്കി, ഇതിൽ പൂവിട്ടു. കണ്ടോ പൂവ് ചെറുതാ. ഇത് ഞാൻ ഞാറ് നടുപോലെ ഒരു പാത്രത്തിൽ നട്ടിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ അതിന് വേര് പിടിക്കും. ബോഗൺവില്ലയ്ക്ക് അത്ര പെട്ടെന്ന് വേര് പിടിക്കൂല. ഇതിന് കുറച്ച് വേഗത്തിൽ വേര് പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കുറഞ്ഞു കേട്ടോ. ഈ 2 ദിവസം മുമ്പ് നിറച്ചുണ്ട്. ഇതിന് ചെറിയൊരു സീസൺ ഉണ്ട്. ഈ ബോഗൺവില്ലയ്ക്ക് എങ്ങനെയാണെന്നറിയോ, ഈ 12 മാസം ഉണ്ടാവൂല പൂക്കൾ, മഴക്കാലത്ത് കുറയൂ. ഇപ്പോൾ ഹൈബ്രിഡ് ബോഗൺവില്ല ഉണ്ട് കേട്ടോ. ഇതൊന്നും ഹൈബ്രിഡ് അല്ല, സാധാ ബോഗൺവില്ല. എന്നിട്ട് നോക്കി ഭ്രാന്ത് പിടിച്ച പോലെ പൂത്തിട്ട്. എനിക്ക് തോന്നുന്നത് സാധാ ബോഗൺവില്ലയാണ് നന്നായിട്ട് പൂക്കുക എന്നുള്ളതാണ്. പിന്നെ ഹൈബ്രിഡിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ എല്ലാ മാസവും പൂക്കും. അങ്ങനെ എന്താ തോന്നുന്നത്? എൻ്റെ അടുത്ത് അതില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ. ഇതൊരു വിധ ആൾക്കാരെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്, കട്ടിങ് പൊട്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഹൈബ്രിഡിൻ്റെ പ്രത്യേകത പറയുന്ന കേട്ടോ. ഇതന്നെ മതി, ധാരാളം നമ്മളെ മനസ്സും കണ്ണും നിറയും ഇത് നോക്കിയാൽ. ഇവിടുത്തെ കുറച്ച് കുറഞ്ഞിട്ടോ. ഇവിടുത്തെ ഇത് നിറച്ചുണ്ടായിരുന്നു, ഉള്ളത് കുറഞ്ഞിപ്പോൾ 2ാമത് ഉണ്ടായി തുടങ്ങുക. അതങ്ങനെയാ, അട്ട് ഉണ്ടാവും പിന്നെ കുറയൂ. ഇനി ദിവസവും നനച്ചും കൊടുക്കണം, എന്നാലേ ഈ പൂക്കൾ നിൽക്കില്ലേ, വാടിപ്പോകും, വേഗം വാടിപ്പോകും. നനൻ്റെ പ്രത്യേകത തന്നെ അതിങ്ങനെ നിൽക്കുന്നത്. നനക്കണ്ടെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞാലും ഞാൻ നനക്കുന്നുണ്ട് കേട്ടോ. ഈ ബോഗൺവില്ല വേറൊരു കളറാട്ടോ. ഞാനിപ്പം പിടിപ്പിച്ചതാ, കമ്പ് കുത്തി പിടിപ്പിച്ചതാ. ഇത് സാധാ ചെടികളെ പോലെ പെട്ടെന്നൊന്നും ഇത് ഉണ്ടാവില്ല. 1 മാസം 2 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഇതിനിപ്പോൾ ഒരു 6 മാസമായി. അപ്പോൾ ഉഷാറിൽ പൂവിടാൻ തുടങ്ങിയിട്ട് മേലോട്ട് ഇന്ദു ഒരു ആർച്ച് രൂപത്തിലാക്കും. അതിനാണ് ഞാൻ ഇപ്പോൾ അവിടെ നട്ടത്. വെള്ള ബോഗൺവില്ല അത് കേട്ടോ. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയത്. എല്ലാവർക്കും പരാതി, എൻ്റെ അടുത്ത് വെള്ളം ഇല്ലാഞ്ഞിട്ട്. ഞാൻ വെള്ള ബോഗൺവില്ല വാങ്ങി. പൂവിട്ടേ നോക്ക്, നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ആ നഴ്സറിയിൽ നിന്ന് വാങ്ങിയപ്പോഴുള്ള പൂവൊക്കെ കരിഞ്ഞു പോയി. 2ാമത് ഞാൻ നനച്ചുണ്ടാക്കിയ പൂവാണത്. നല്ല വലുപ്പൂലേ. നഴ്സറി പോയാൽ കിട്ടും കേട്ടോ, പക്ഷേ ഭയങ്കര വിലയാണ്. നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രമേ നമുക്ക് മുറ്റം നിറയെ പൂന്തോട്ടം പിടിപ്പിക്കാൻ പറ്റും. ഇത് കമ്പ് നട്ടാൽ മതിയല്ലോ. ഇതിൻ്റെ കമ്പ് പൊട്ടിച്ച് നടും ഞാനിനി. അപ്പോൾ നമ്മളിങ്ങനെ പരിചരിച്ച് കൊണ്ട് നടന്നാൽ ബോഗൺവില്ല ഇങ്ങനെ അങ്ങ് ഉഷാറാവും. എന്തോ ഒരു അടിപൊളിയാണ്, എന്തൊരു ഭംഗിയാ കാണാൻ. ബോഗൺവില്ലൻ്റെ പരിചരണം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു കേട്ടോ. ഞാൻ ദിവസം നനക്കും, കരിയില കമ്പോസ്റ്റ് ഇടും. പൈസ കൊടുത്ത് പിന്നെ എനിക്കില്ലല്ലോ, ഒരു വാളും പൈസ കൊടുത്ത് വാങ്ങുന്നില്ലല്ലോ. എന്നിട്ട് പോലും എൻ്റെ ബോഗൺവില്ല ഇങ്ങനെ പൂത്തുലയുന്നത് കണ്ടില്ലേ. അതിന് നമുക്ക് ഫസ്റ്റിൽ നമ്മൾ അറിയേണ്ടത് വെയിലുള്ളോടത്ത് നടുക എന്നുള്ളതാണ്. വെയിലുള്ളോടത്ത് നട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 50% വളത്തിൻ്റെ പകരം വെയിലാണ് ഇവർക്ക് കിട്ടേണ്ടത്. 50 അല്ല, 99% വെയിലാണ്, 1% വെള്ളവും. വളമൊന്നും ഇവർക്ക് അത്ര ബാധിക്കൂലെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുന്നത്, വളം ചെയ്തില്ലെങ്കിലും വെയിൽ മതിയില്ല. എന്തൊരു ഭംഗിയാലേ ബോഗൺവില്ല കാണാൻ. എനിക്ക് എത്ര കണ്ടാലും മതിയോ. ഞാൻ രാവിലെ നോക്കി നിൽക്കും. എൻ്റെ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വീട്ടുമുറ്റത്ത് ഒരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക അഴകും ഒരു എന്തായാലും പറയാന്നറിയില്ല, ഒരു പോസിറ്റീവ് എനർജിയാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് കണ്ട നല്ല വിരിഞ്ഞിരിക്കുന്ന പൂക്കൾ കണ്ടാൽ നമ്മൾ എന്ത് രസമായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇവർ നല്ല തണൽ തരും. ഇവിടെ ഒക്കെ നല്ല തണൽ തരും, അകത്തേക്കൊരു തണുപ്പ് വരും. ഈ ചൂട് കാലത്ത് നല്ല തണൽ തരുമല്ലോ. പിന്നെ ഇവരോട് ഇങ്ങനെ നമ്മൾ ഇടപഴകുന്നത് കൊണ്ട് നമുക്കൊരു വ്യായാമമാണ്, നമുക്കും ഒരു ഉന്മേഷമൊക്കെ കിട്ടും, മാനസിക ഉല്ലാസം, മനസ്സിനൊരു സമാധാനവും ശാന്തിയൊക്കെ കിട്ടും. പിന്നെ അത് മാത്രമല്ല, നല്ല ശുദ്ധവായു നമുക്ക് കിട്ടും. എങ്ങനെയെന്നറിയോ, ഇവർ
ഓക്സിജൻ പുറത്തേക്ക് വിടും. കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തേക്ക് വിടുമ്പോൾ നല്ല വായു നമുക്ക് കിട്ടും. അങ്ങനെ നല്ല കുറേ ഗുണങ്ങൾ ഇതുണ്ട്. മുറ്റത്തിന് അഴകാണ്, വീടിന് ഐശ്വര്യമാണ്, നല്ല പോസിറ്റീവ് എനർജിയാണ്, ശുദ്ധവായു കിട്ടും, ആരോഗ്യം കിട്ടും, മനസ്സിന് സമാധാനം കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എൻ്റെ ബോഗൺവില്ലിൻ്റെ പരിചരണമായിരുന്നല്ലോ. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. കട്ടിങ് എപ്പം നടണോ, നനക്കേണ്ട എങ്ങനെയാണ്, വളപ്രയോഗം എല്ലാം പറഞ്ഞു. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.